ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ കുട്ടകം പോലുള്ളൊരു സാധനം എന്താണ് ഈ ഇറക്കുന്നതെന്ന് അല്ലേ? ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണണേ. എന്നിട്ട് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. ഗ്രാമസഭ വഴി ഞാൻ റിംഗ് കമ്പോസ്റ്റിനാണ് അപേക്ഷ കൊടുത്തിരുന്നത്. ആ റിങ്ങാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വീടുകൾ പരിചയപ്പെടുത്താനായിട്ട് ഞങ്ങളുടെ കൂരപ്പട പഞ്ചായത്തിൻ്റെ മെമ്പർ സോജി ജോസഫും ഉണ്ട് കേട്ടോ. 2 റിങ്ങാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അതിലൊരു റിങ്ങിൻ്റെ അകത്ത് നിറഞ്ഞതിന് ശേഷം മാത്രമേ മറ്റേ റിങ്ങിലോട്ട് വേസ്റ്റുകൾ ഇടാവൂ. ഇതിൽ എന്തൊക്കെ ഇടണം, ഇടാൻ പാടില്ലാത്തത് എന്തൊക്കെ എന്നുള്ളത് ഒരു നോട്ടീസ് തന്നിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നതാണ്. ഈ റിങ്ങിന് 2 അടപ്പുകളാണുള്ളത്. ഒന്ന് മുഴുവനായിട്ട് അടയ്ക്കുന്ന ഒരു അടപ്പും പിന്നെ നടുക്കത്തെ ഹോളിൽ ഒരു ചെറിയ അടപ്പും കൂടെ ഉണ്ട് കേട്ടോ. ആ അടപ്പ് എനിക്ക് കിട്ടിയില്ലായിരുന്നു, പക്ഷേ നമുക്ക് എന്ത് വേണേലും വെച്ച് അടയ്ക്കാം കേട്ടോ. ഇതിൽ വീട്ടുമുറ്റത്തെ കളകൾ തന്നെ ഇട്ട് ഉദ്ഘാടനം ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ പരുവായി കേട്ടോ. പച്ചിലവളവും അല്ലാത്ത ഇലകളും എല്ലാം കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതാണ് എമൽഷൻ. ഇത് 100 ml ഒഴിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുക്കള വേസ്റ്റ് ഇടുമ്പോൾ വെള്ളം കുറച്ച് ഇട്ടാൽ മതി. വേസ്റ്റുകൾ മാത്രമായിട്ട് നമ്മൾ ഇടുക. അത് ബാക്കി വരുന്ന വെള്ളം റിങ്ങിന് ഹോളുണ്ട്, ആ ഹോള് വഴി പൊക്കോളും. വീടിന് ചുറ്റും മരങ്ങളുള്ളതിനാൽ നല്ല കരിയിലയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ. അപ്പോൾ എനിക്ക് ഈ റിങ് നല്ല ഉപകാരമാണ്. ഈ ചവറുകൾ ഒതുങ്ങി കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ചവറ് ഇട്ട് വരുമ്പോഴത്തേക്കിനും നമ്മളത് ഇടയ്ക്കൊന്ന് ഇളക്കി കമ്പുകൊണ്ട് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞങ്ങൾ റിങ് തുറന്ന് തന്നെ ഞങ്ങൾ വെച്ച് കാണിക്കുന്നതേ ഉള്ളൂ. ഇത് സാധാരണ ഈ അടപ്പ് വെച്ച് അടച്ച് തന്നെ അതിൻ്റെ അകത്തുകൂടെ ഈ ചെറിയ ഹോളിൽ കൂടെ തന്നെ നമുക്ക് ഇട്ടാൽ മതി. ഇതിട്ട് ഒത്തിരി വേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാനന്ന് കാണിച്ചത് കേട്ടോ. ഈ റിങ് നിറഞ്ഞെന്ന് തോന്നിയാൽ മറ്റേ റിങ്ങിൽ നമുക്ക് ചവറിട്ട് തുടങ്ങാം. പക്ഷേ ഒരു 10 ദിവസം കഴിയുമ്പോൾ ഇത് തുറന്ന് നോക്കുമ്പോഴത്തേക്കിനും ഇത് ഒതുങ്ങിയിട്ടുണ്ടാവും. പിന്നെയും വീണ്ടും നമുക്ക് ഇതിൻ്റെ അകത്ത് ചവറിടാൻ പറ്റും. ചെടികളും കൃഷികളും ഒക്കെ ഉള്ളവർ കൂടുതൽ വളങ്ങൾ വാങ്ങിച്ച് നമ്മൾ പൈസ കളയാതെ ഇതുപോലുള്ള റിങ് വാങ്ങിച്ചാൽ നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള വളങ്ങൾ ഇതിലൂടെ തന്നെ നമുക്ക് കിട്ടും. അതിൻ്റെ എക്സ്ട്രാ നമുക്ക് വളങ്ങൾ വാങ്ങിച്ചാൽ മതിയല്ലോ. ഞാനിത് ടൈലിട്ടാണ് ഇപ്പോൾ അടയ്ക്കുന്നത്. എന്നിട്ട് മഴയുള്ളത് കാരണം ഞാൻ ചാക്കും ഒരു പടുതായും ഇട്ട് മൂടിയാണ് വയ്ക്കാറ്. പിന്നെ ഒരു കാര്യം കൂടി, ഇതിൻ്റെ അകത്ത് പുഴുക്കൾ വരും. ആ പുഴുക്കൾ നമുക്ക് കോഴിയുള്ളവരാണെങ്കിൽ ആ കോഴിയെ ഇത് തുറന്നിട്ട് റിങ്ങിൻ്റെ അടപ്പ് തുറന്ന് കോഴിയെ വിട്ടാൽ ഈ പുഴുക്കളെ തിന്നും. പിന്നെ അല്ലെങ്കിൽ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഇത് അരിച്ചതിന് ശേഷം ഈ വേസ്റ്റ് അരിച്ചെടുക്കുമ്പോഴത്തേനും വളമായി മാറിയതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോഴിക്ക് കൊടുക്കാം. ആദ്യത്തെ റിങ് നിറഞ്ഞ് 2ാമത്തെ റിങ്ങിലാണ് കേട്ടോ ഈ വേസ്റ്റ് ഞാനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ റിങ് തന്നെ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കണം. എനിക്കിതൊരു പുതിയ സംഭവം ആയതുകൊണ്ട് ഞാൻ വളമായതിന് ശേഷം അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. ആദ്യത്തെ റിങ് നിറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ. അത് നമുക്ക് ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നേ. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ കിളുത്ത് കയറി നിൽപ്പുണ്ട് കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇലകളെല്ലാം ഒതുങ്ങിയിട്ടുണ്ട്. നമുക്കിനിയും ചവറിടാവുന്ന പരുവം ആയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി കൂടെ ചവറിട്ട് വേണം നിറയ്ക്കാൻ നമുക്ക്. ഞാൻ കമ്പിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഒത്തിരി ഞാൻ ചവറിട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അടിഭാഗം നന്നായിട്ട് ഒതുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും ബാക്കിയുള്ളത് മേലിലുള്ളത് നമ്മൾ കുറച്ച് ഇളക്കി മറിച്ച് ഇടണം. ഇതിൽ ഇടാൻ പാടില്ലാത്ത ചവറുകളുമുണ്ട് കേട്ടോ. കക്കയുടെ തോട്, ചാരം, കോഴിക്കാഷ്ടം ഇതൊന്നും നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാൻ പാടില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു.